ഒരാപത്തും ഉണ്ടാവല്ലേ സർവേശ്വരാ. അമ്മാമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അമ്മാമ്മ എന്റെ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മ ചാടി എഴുന്നേറ്റില്ല അത് ചെയ്ത്. എന്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ തന്നെ അമ്മാമ്മ ഓടി വന്ന് എന്നോട് സംസാരിക്കും. ഇത്ര സ്നേഹമുള്ള ഒരു അമ്മാമ്മ എനിക്ക് കിട്ടി. ഒരു കുടുംബം എങ്ങനെ നിലനിർത്തണമെന്ന് ഇപ്പോഴേ അവൻ മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പോൾ നല്ലൊരു ജോലി കിട്ടി. ആ ജോലിയിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയും അബിക്ക് വേണ്ടി ഇനിയും ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയ പോലും ഉപേക്ഷിച്ച് ഒരു വ്യക്തിബോധത്തോടുകൂടി അവൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇതിന് മുകളിൽ അവന് ചെയ്യാൻ കഴിയും. കണ്ണൂരിൽ നിന്നും കൊല്ലം കരുനാഗപ്പള്ളിയിൽ അഭിഷേകിനെ കാണാൻ വേണ്ടി വന്നതിനുള്ള കാരണം അഭിഷേക് ഇപ്പോൾ കോസ്റ്റൽ ഗാർഡിൽ നാവിക് ജി ഡി ആയിട്ട് സെലക്ട് ആയിരിക്കുന്നു. ഞങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതെല്ലാം അതേപടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ചെയ്യുന്ന ഒരാളായിരുന്നു അഭിഷേക്. ധാരാളം ഡ്രീംസ് ഉള്ള ഒരാളാണ് അഭിഷേക്. അപ്പോൾ അവന് ഇനിയും ഇവിടുന്ന് ഉയരങ്ങളിലോട്ട് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എനിക്കിവിടം വരെ എത്താൻ പറ്റിയതിൽ ഏറ്റവും വലിയ പങ്ക് എൻ്റെ അമ്മയായിരുന്നു. അമ്മയൊന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പക്ഷെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വെളിയിൽ റൂം എടുത്ത് താമസിച്ച് വളരെ വിഷമം ഉണ്ടായിരുന്നു മോനടുത്തില്ലാത്തതിൽ. റൈസ് എന്ന സ്ഥാപനത്തിൽ നല്ലവരായ കുറേ അധ്യാപകർ എപ്പോഴും വീട്ടിൽ വിളിക്കുമ്പോഴും വരുമ്പോഴെല്ലാം പറയുന്നത് അവിടുത്തെ അധ്യാപകരെ കുറിച്ചാണ്. അവർ കൊടുത്ത മോട്ടിവേഷൻ. പിന്നെ എപ്പോഴും പറയും അമ്മച്ചി എനിക്ക് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അമ്മയെ അവിടെ കൊണ്ടുപോകും. പിന്നെ ഇതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അമ്മയും അനിയത്തിയും അമ്മാമ്മയും സന്തോഷിക്കണം, അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടൊരു ജോലിയായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. ഡെയിലി ഇരുന്ന് പഠിച്ച് അനി സാറ് പറഞ്ഞു തന്ന്, വിമൽ സാറ്, മാത്യു സാറ്, അഖിൽ സാറ് താഴെ ഇരുന്ന് ലാപ്ടോപ്പ് വെച്ച് റിസൾട്ട് നോക്കി. എന്നിട്ട് കുറച്ച് നേരം ഞാൻ അനങ്ങാതെ കിടന്നങ്ങ് കരഞ്ഞുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓടി കെട്ടിപ്പിടിച്ച ഒരു കരച്ചിലായിപ്പോയി അവിടെ വെച്ച്. അവൻ്റെ വിഷമങ്ങളിലെല്ലാം ഞാൻ കൂടെ നിന്ന് പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു നല്ലൊരു സപ്പോർട്ടാണ് കൊടുത്തത്. അതിൻ്റെ ഒരു ഫലം ഇപ്പം കാണാൻ സാധിച്ചു. ഹായ്, വെൽക്കം ടു വരാണ്ട റൈസ് കണ്ണൂർ. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നും കരുനാഗപ്പള്ളി വരാനുള്ള കാരണം എന്താണെന്നല്ലേ, ഒരു വിദ്യാർത്ഥി അവൻ്റെ സ്വപ്നങ്ങൾ നേടാനായിട്ട് കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നും കണ്ണൂർ വരാണ്ട റൈസിലേക്ക് ജോയിൻ ചെയ്യുകയും 1.25 വർഷം കൊണ്ട് ഇട്ട എഫേർട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ പുള്ളിക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു വിജയത്തിന് പിറകിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി അറിയാൻ നമ്മൾ ഇന്ന് കണ്ണൂർ റേസിന്റെ മാനേജ്മെന്റ് ടീം പുള്ളിയുടെ വീട്ടിലേക്ക് നേരിട്ട് പോവുകയാണ്. അതിന് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഹലോ, എൻ്റെ പേര് അഭിഷേക്. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. കണ്ണൂർ വരാണ്ട റേസിലെ ജനുവരി ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. 2023 ജനുവരി ബാച്ച്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പോസ്റ്റിൻ്റെ പേര് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജി ഡി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, പക്ഷേ എന്നാലും ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നല്ല പോസ്റ്റുകൾക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പോസ്റ്റ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ എൻ്റെ ഏജ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയായാലും അതിൻ്റെ പ്രോസസ്സ് എല്ലാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഫിസിക്കലി, മെഡിക്കലി, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, 2 എക്സാം ഉണ്ടായിരുന്നു. വളരെ വേക്കൻസികൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ആയിരുന്നു. 228 വേക്കൻസിയിൽ 3 പേരോ കേരളത്തിൽ നിന്ന് സെലക്ട് ആയുള്ളൂ. അതിൽ നിന്ന് എനിക്ക് സെലക്ട് ആവാൻ കാരണമായാൽ ഏറ്റവും വലിയൊരു ഫാക്ടർ കണ്ണൂർ വരാണ്ട റേസ് ആണ്. വരാണ്ട റേസിലെ ഫാക്കൽറ്റീസും അവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസും പിന്നെ അവിടുന്ന് കിട്ടിയ ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു ഇതിനു വേണ്ടി. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ അമ്മാമ്മയുണ്ട്. അമ്മ ഹൗസ് വൈഫാണ്, അനിയത്തി സ്റ്റുഡൻ്റ് ആണ്, അവൾ 12th പഠിക്കുന്നു. പിന്നെ അമ്മാമ്മ, ഇതെൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മയുടെ പേര് രാജമ്മ. പക്ഷെ അമ്മാമ്മ ഞാൻ വിളിക്കുന്നത് തോമ എന്നാണ്. തോമസ് കുട്ടി എന്നാണ് വിളിക്കുന്നത്. തോമസ് എന്റെ തോമസ് കുട്ടിയായിരുന്നു, തോമാക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അമ്മാമ്മ എപ്പോഴും എന്തോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മാമ്മ അതെനിക്ക് കൊണ്ട് തരും. ആദ്യമേ ഇച്ചിരി അതിലൊരു പങ്ക് ആദ്യമേ എനിക്ക് ഇച്ചിരി തരും. അതുപോലെ അമ്മാമ്മയാണ്. അമ്മ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുത്ത് സ്നേഹവും സപ്പോർട്ടും തന്നത്. എനിക്ക് അതേ ഉള്ളു പ്രാർത്ഥന. എൻ്റെ മോൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളേ. ഭഗവാനേ ഭഗവാനേ ദൈവമേ. പിന്നെ അമ്മാമ്മയാണ്. അമ്മാമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കും. എപ്പോഴും അമ്മാമ്മ എന്നോട് പറയും, വിഷമിക്കണ്ട മോനെ, ദൈവമേ നീ ശ്രമിക്ക്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ശരിയാവും ജോലിയൊക്കെ. എന്താ വിഷമം ഉണ്ടെങ്കിലും അമ്മാമ്മ ഒരു മോട്ടിവേറ്റർ ആണ്. ഞാൻ നാട്ടിൽ വരുമ്പോഴും എല്ലാം അമ്മാമ്മയുടെ കൂടാണ് എനിക്ക് ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അമ്മാമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങും, അമ്മാമ്മയോട് തമാശ പറയും. എനിക്ക് എപ്പോഴും
പുറത്തിറങ്ങാത്തപ്പോൾ എൻ്റെ വിഷമവും എൻ്റെ സന്തോഷവും എല്ലാം അമ്മയോട് പറയുന്ന പോലെ അമ്മാമ്മയോട് പറയും. എൻ്റെ ഒരു കൂട്ടുകാരെ പോലെ അമ്മാമ്മയെ ഞാൻ കണ്ടത്. അമ്മാമ്മ ആ രീതിയിലാണ് എൻ്റെ അടുക്ക നിൽക്കുന്നത്. അമ്മാമ്മ എന്താ അമ്മൂമ്മയ്ക്ക് പുറത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മാമ്മ അത് വേറെ ആർക്കും കൊടുത്തില്ലേലും എൻ്റെ കൊണ്ട് തന്നിട്ട് പറയും മോനും അമ്മാമ്മയ്ക്ക് പറയണമെന്ന്. അങ്ങനെ എൻ്റെ അമ്മാമ്മ എപ്പോഴും എന്നെ സഹായിക്കാൻ വേണ്ടി അന്നും എന്നും അമ്മാമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അമ്മാമ്മ എന്റെ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മ ചാടി എഴുന്നേറ്റില്ല അത് ചെയ്ത്. എന്റെ ഫോൺ വന്നു കഴിഞ്ഞാൽ തന്നെ അമ്മാമ്മ ഓടി വന്ന് എന്നോട് സംസാരിക്കും. ഇത്ര സ്നേഹമുള്ള ഒരു അമ്മാമ്മ എനിക്ക് കിട്ടി. ഒരുമിച്ച് ഒരു വായല അമ്മാമ്മയുടെ കൂടെ കുഞ്ഞിനാടി തൊട്ട് കിടക്കുന്നത്. കട്ടിലുണ്ടേലും അമ്മാമ്മ എന്നോട് പറയും കട്ടിലേക്ക് കിടക്കാനെന്ന്. ഞാൻ പറയും വേണ്ട, തോമാക്കുട്ടിയുടെ കൂടെ കിടന്നാൽ മതി എന്ന് പറയും. ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ? സന്തോഷമാ നീ ഭഗവാനീ, സന്തോഷമാണേ. എനിക്ക് അതായുള്ളായിരുന്നു വിഷമം. എനിക്കതാ ഇപ്പൊ സന്തോഷമുണ്ട്. എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ഗീത. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ട് തന്ന്, എനിക്കൊരു വിഷമം അറിയിക്കാത്ത രീതിയിലാണ് അമ്മ ഇതുവരെ എനിക്ക് എല്ലാം ചെയ്തു തന്ന്. എനിക്കിവിടം വരെ എത്താൻ പറ്റിയതിൽ ഏറ്റവും വലിയ പങ്ക് എൻ്റെ അമ്മയായിരുന്നു. അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ പറമ്മ എൻ്റെ മോൻ അഭിഷേക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തത് കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജിലാണ്. അതിനുശേഷം പ്ലേസ്മെന്റ് കിട്ടി. മോനൊരു കമ്പനിയിൽ 1 വർഷം വർക്ക് ചെയ്ത് അതിനുശേഷമാണ് ഇതുപോലെ കൊച്ചിയിൽ പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ മോൻ്റെ ഇഷ്ടത്തിനാണ് റേസ് എന്ന സ്ഥാപനത്തിൽ നമ്മൾ വിട്ടത്. അപ്പോൾ റേസിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതേ കുറിച്ച് അന്വേഷിച്ചപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥാപനം റേസ് ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ മോൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ആ സ്ഥാപനത്തിൽ വിട്ടു. അങ്ങനെ 8 മാസത്തെ കോച്ചിങ് അവിടെ ചെയ്തു. ഈ 8 മാസവും വെളിയിൽ റൂം എടുത്ത് താമസിച്ച് വളരെ വിഷമം ഉണ്ടായിരുന്ന മോൻ അടുത്തില്ലാത്തതിൽ. പക്ഷെ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കോച്ചിങ് കഴിഞ്ഞ് വന്നു. വീട്ടിൽ ഇരുന്നിട്ടായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 10-12 മണിക്കൂറോളം കണ്ടിന്യൂ ഇരിക്കുമായിരുന്നു. മറ്റു ഫങ്ഷനുകളിലോ ഒന്നിലോ അങ്ങനെ പോകാതെ മോനെ അതേ എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ജോലി കിട്ടുന്നത്. അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ റേസ് എന്ന സ്ഥാപനത്തിൽ നല്ലവരായ കുറേ അധ്യാപകർ, ഒരു അധ്യാപകർ എന്നതിലുപരി സഹോദരനെ പോലെയാണ് എൻ്റെ മോന് അനുഭവപ്പെട്ടത്. എപ്പോഴും വീട്ടിൽ വിളിക്കുമ്പോഴും വരുമ്പോഴും എല്ലാം പറയുന്നത് അവിടുത്തെ അധ്യാപകരെ കുറിച്ചാണ്. അവർ കൊടുത്ത മോട്ടിവേഷൻ, അവരുടെ കൊടുത്ത സപ്പോർട്ട്, അതൊക്കെയും ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു കുഞ്ഞു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചത്. നല്ല സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു ജോലി എൻ്റെ മോന് കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ മോനെ ചേർത്ത് നിർത്തിയ എൻ്റെ മോന് സപ്പോർട്ട് കൊടുത്ത് എല്ലാ അധ്യാപകരും അവൻ്റെ നല്ല സുഹൃത്തുക്കൾക്കും ഇനിയും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. മോന് ഇതുപോലെ കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വരുന്ന സമയം വന്നാൽ കഴിഞ്ഞാൽ അധികം എന്ന് വെച്ചാൽ കൂടുതൽ സമയം മുറിക്കകത്ത് തന്നെ ഇരുന്നങ്ങ് പഠിക്കുക. പിന്നെ പഠിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ കൂടുതലും തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത സമയമെല്ലാം പഠനവും ഇതായിട്ട് ബന്ധപ്പെട്ടങ്ങിരിക്കും. പിന്നെ ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഭയങ്കര തമാശകളൊക്കെ, ഒന്ന് അഫി കോമഡി പാടും, അതല്ലെങ്കിൽ ഞാൻ, അതുപോലെ അമ്മൂമ്മയും എല്ലാം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഒരു സമയം വളരെ ഹാപ്പി ആയിരിക്കും. ബാക്കിയുള്ള സമയത്ത് ഇയാള് പഠനം എന്നുള്ളൊരു ഇതില അത് സോഷ്യൽ മീഡിയാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഒരു വാശിയായിരുന്നു എനിക്കൊന്ന് എവിടെയെങ്കിലും മൊബൈലൊക്കെ മാറ്റി വെച്ച് ഇരുന്ന് പുറത്തൊന്നും പോവാതെ, ഉത്സവത്തിന് പോലും പോവാതെ എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് വേണം സന്തോഷമായിട്ട് അമ്മയുടെ കൂടെ എല്ലായിടം പോകണമെന്ന് എൻ്റെ ആഗ്രഹം. പിന്നെ എപ്പോഴും പറയും അമ്മച്ചിക്ക് എനിക്ക് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അമ്മയെ അവിടെ കൊണ്ടുപോകും. പിന്നെ ഇതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ കറങ്ങാനുള്ള പോലെ സ്ഥലം. എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ അമ്മയും അനിയത്തിയും അമ്മാമ്മയും സന്തോഷിക്കണം, അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടൊരു ജോലിയായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ച് ഡെയിലി ഇരുന്ന് പഠിച്ച് അനീഷ് സാറ് പറഞ്ഞു തന്ന്, വിമൽ സാറ്, മാത്യു സാറ്, അഖിൽ സാറ്, എല്ലാ സാറന്മാരുടെയും സപ്പോർട്ടോടുകൂടി എനിക്ക് ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടി. ഞാനതിന് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ 1.25 വർഷം
1.5 വർഷത്തോളം അതിൻ്റെ പുറകിൽ പ്രയത്നിച്ചു. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വരുന്ന ഡേറ്റ് കൺഫേം അല്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് എന്നെ കൊച്ചച്ഛന് ജോലിക്ക് പോകും. അപ്പം കൊച്ചച്ഛൻ ഒരു ദിവസം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വിളിച്ച് ഞാൻ കൊച്ചച്ഛൻ്റെ കൂടെ അന്ന് പോയായിരുന്നു. കുറേ ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കൊച്ചച്ഛൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോയപ്പോൾ എൻ്റെ ഫോണിൽ കണ്ടിന്യൂസ്ലി റിങ് അടിച്ചുകൊണ്ടിരുന്നു. അപ്പം കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂ കോൾ വരുന്ന ഓരോ നോർത്ത് ഇന്ത്യൻസിൻ്റെ കോൾ കണ്ടപ്പം മനസ്സിലായി റിസൾട്ടിൻ്റെ സംഭവം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ അന്നേരം കൊച്ചച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്ന് എനിക്കൊരു സംശയമുണ്ട്, റിസൾട്ട് വന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ലാപ്ടോപ്പിലാണ് ഞാൻ നോക്കുന്നത്, എക്സാമെല്ലാം എഴുതി പഠിച്ച ലാപ്ടോപ്പിൽ. അപ്പം ഞാൻ അതിനകത്ത് വന്ന് നോക്കാൻ ഇമെയിൽ ഐ ഡി എല്ലാം ലോഗിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ഞാൻ അമ്മാമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ താഴെ ഇരുന്ന് ലാപ്ടോപ്പ് വെച്ച് റിസൾട്ട് നോക്കി. എന്നിട്ട് കുറച്ച് നേരം ഞാൻ അനങ്ങാതെ കിടന്നങ്ങ് കരഞ്ഞു പോയി. അപ്പം എനിക്കാണെ റിസൾട്ട് വന്നതിൻ്റെ സന്തോഷം കൊണ്ട് വിശ്വസിക്കാൻ വയ്യാതെ ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് കരഞ്ഞ്. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് അമ്മാമ്മ എടുക്ക പോയി ലാപ്ടോപ്പ് അതുപോലെ തന്നെ തുറന്നു വെച്ച് അമ്മാമ്മ എടുക്ക പോയി. അമ്മാമ്മ പുറത്തിരിപ്പുണ്ടായിരുന്നു അടുക്കളയിൽ ഇരുന്ന് അമ്മാമ്മയോട് പറഞ്ഞ് അമ്മാമ്മ കെട്ടിപ്പിടിച്ച് കരയല്ലും മോനെ കരയല്ലും, സന്തോഷിക്കണം, സന്തോഷമായിട്ടിരിക്കും, മുന്നോട്ട് ധൈര്യമായിട്ട് പോകുന്ന അമ്മാമ്മ എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മാമ്മയോട് പറഞ്ഞ് അമ്മയെ കാണണം, അമ്മയോട് പോയി പറയണം. അങ്ങനെ ആ തിരക്കിയപ്പോൾ അമ്മ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെടുക്ക പോയി പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോനിങ്ങനെ ഇതുപോലെ വന്നപ്പോൾ അമ്മച്ചി അതിന് മുമ്പ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അമ്മ എവിടെ ഇരിക്കുവാണെന്ന് ചോദിച്ചു. ഞാൻ ഇന്നടുത്തുണ്ട്. ഓടി വന്ന് ഇത് പറഞ്ഞ് സത്യം പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം സന്തോഷം എന്നുവെച്ചാൽ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചതല്ലല്ലോ, അത്രയും പ്രതീക്ഷിക്കുന്നില്ല. ഒരു എന്തോ ആ സമയത്തുള്ളതെന്ന് വെച്ചാൽ ഓടി കെട്ടിപ്പിടിച്ച ഒരു കരച്ചിലായിപ്പോയി അവിടെ വെച്ച്. കാരണം അവിടെ എന്താ വെച്ചാൽ ഞാനൊരു ഫംഗ്ഷനിലായിരുന്നു, ഞാനതൊന്നും ഓർത്തില്ല. എനിക്ക് ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ ചുറ്റുപാടും ഞാൻ നോക്കില്ല, ഞങ്ങൾ കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു പോയി. അങ്ങനത്തെ ഒരു വളരെ ഒരു സന്തോഷകരമായൊരു ഇതായിരുന്നു. എന്താ അതിന് പറയാന്ന്. ഇതുപോലെ മോനാണ് ഈ എക്സാം എഴുതുന്ന ദിവസം ഓരോ ദിവസവും രാവിലെ 1-2 എക്സാം എന്തായാലും എഴുതും രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ ഇത് ഓരോ ലാപ്ടോപ്പിലാണ് ചെയ്തിട്ട് അന്നത്തെ റിസൾട്ട് എന്നോട് കൊണ്ടുവരും, അമ്മ എനിക്ക് ഇത്ര മാർക്കുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നല്ല കുറവായിരുന്നു. അപ്പോഴും നമ്മൾ പറയും മോൻ തുടങ്ങിയതല്ലേ ഉള്ളു, ആദ്യ ദിവസം ആയിട്ടില്ലല്ലോ, കയറി വരും. അങ്ങനെ ഓരോ ദിവസം അന്നുള്ള റിസൾട്ടുകൾ എന്നോട് വന്നിട്ടുണ്ട്, അമ്മ എനിക്ക് ഇത്ര മാർക്ക് കൂടിയിട്ടുണ്ട്, ഇത്ര ഇതായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ മോട്ടിവേറ്റ് കയറും മോനെ, അങ്ങനെ നീ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ തന്നെ അല്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എക്സാം എന്നുള്ള മോൻ 2 എണ്ണം ആക്കിക്കോ, ചെയ്യാൻ പറ്റുന്ന അത്രയും കൂടെ ഇതാവുമല്ലോ. അങ്ങനെ ഇതിനിടയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ മാർക്ക് കുറയുകയും ചെയ്യും. അപ്പോഴും ഞാൻ അതേ പ്രോത്സാഹനം തന്നെയാണ് കൊടുക്കുന്നത്, അവനെ വിഷമിപ്പിക്കേണ്ട. കാരണം അവനൊരു വിഷമം ഉണ്ടാകരുതല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പിന്നെ മാർക്ക് കുറഞ്ഞാലും ചിലപ്പോൾ വന്ന് കരഞ്ഞിട്ട് പറയാം, അമ്മച്ചി എനിക്ക് ഇന്നത്തെ ദിവസം ഇന്ന് ശരിയായില്ല, എൻ്റെ മനസ്സിനൊരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലോ, എൻ്റെ മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയും മോനെ അത് സാരമില്ല ഇന്ന്, കാരണം ഓരോ ദിവസം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, ചില ക്വസ്റ്റ്യൻ അങ്ങനെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോനെ അറ്റൻഡ് ചെയ്യണം, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് പഠിച്ചു വരേണ്ടത്. അങ്ങനെ അവൻ്റെ വിഷമങ്ങളിലെല്ലാം ഞാൻ കൂടെ നിന്ന് എല്ലാ അമ്മയോടും ഒന്ന് തുറന്നു പറയാം, എല്ലാ കാര്യങ്ങളും. ഇത് എക്സാം ബന്ധപ്പെട്ട് അല്ലെ പഠന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും മോൻ എന്നോടും തുറന്നു. ഞങ്ങൾ തിരിച്ച് ഞാനായാലും മോനോടെല്ലാം പറയുന്നു. അതുപോലെ എൻ്റെ അമ്മ, അതുപോലെ എൻ്റെ മോള്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് പോകുന്നത്. പിന്നെ ഈ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവന് നല്ലൊരു സപ്പോർട്ടാണ് കൊടുത്തത്. അതിൻ്റെ ഒരു ഫലം ഇപ്പം കാണാൻ സാധിച്ചു. ഇത് എൻ്റെ കുഞ്ഞനിയത്തി അഭിരാമി, അമ്മൂന്ന് വീട്ടിൽ വിളിക്കും. ഇങ്ങനെ അഭിരാമി ഇപ്പം 12th പോകാൻ പോവാണ്. 11th +1 കഴിഞ്ഞ് +1 സയൻസ് ആയിരുന്നു. നല്ലോണം പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. ഇപ്പം 10ൽ ഫുൾ A+ ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം എനിക്ക്
ഇങ്ങനെ ഒരു ജോലിയിൽ എത്തിയതുപോലെ തന്നെ അവളെ ഒരു ജോലിയിൽ എത്തിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അഭിചേട്ടന് ജോലി കിട്ടിയത് നല്ല സന്തോഷമുണ്ട്. അഭിചേട്ടൻ എനിക്ക് നല്ലൊരു പ്രചോദനമാണ്. അഭിചേട്ടൻ ഒരു വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടായി ജോലി കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാതെ എക്സാമും ഒക്കെ എഴുതി കുറെ പഠിച്ച് കുറെ ഗൈഡൊക്കെ നോക്കി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ജോലി കിട്ടിയത്. എനിക്കും ചേട്ടൻ ജോലി കിട്ടാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. 10ല് എനിക്ക് എക്സാമിന് മുന്നേ ചേട്ടൻ ഒരുപാട് സഹായിച്ചാണ് എനിക്ക് 10A+ കിട്ടിയത് തന്നെ. ചേട്ടൻ ഒരുപാട് ഗൈഡൊക്കെ വെച്ച് എന്നെ പഠിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. പിന്നെ ചേട്ടൻ നല്ല സപ്പോർട്ടീവും ആണ്. പിന്നെ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ചേട്ടൻ പോയി കഴിയുമ്പോൾ വല്ലപ്പോഴും എല്ലാം വരത്തോളൂ. ഇനി ലീവിനായാലും വർഷത്തിൽ 100 ദിവസം 90 ദിവസം കണ്ടെല്ലാം ഉള്ളു. നല്ല വിഷമം ഉണ്ടാകും. എന്നാലും എന്നെ വിളിക്കുമ്പോൾ ചെറിയൊരു വിഷമം മാറുമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എപ്പോഴും അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരും. അപ്പം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും അമ്മൂസി എനിക്ക് എഴുതി ഇങ്ങനെ എന്തെങ്കിലും വരച്ച് നല്ലപോലെ ഉണ്ടാക്കി തരും. ഗ്രീറ്റിംഗ് കാർഡ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടം വരച്ച് ഉണ്ടാക്കി തരും. അപ്പം അവളങ്ങനെ ഒരുപാട് നല്ലപോലെ പടം വരയ്ക്കും. പക്ഷേ അവളിപ്പം പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം അവളെ കൂടുതലും അതിലോട്ട് പറഞ്ഞു വിടുന്നത്. പക്ഷെ അവളുടെ ഹോബി പടം വരയ്ക്കുന്നതും ആ ആർട്ട് എന്നുള്ളൊരു കഴിവ് അവൾക്കുണ്ട്. അതിന് നമുക്ക് മുന്നോട്ട് പോകുമ്പം അതും സൈഡിൽ കൂടെ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അവളിങ്ങനെ ഒരുപാട് പടങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അനീഷ്, കണ്ണൂർ വരാൻഡ റേസിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. ഇത് വിമൽ സാറും വരാൻഡ റേസിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. ഞങ്ങൾ കണ്ണൂർ വരാൻഡ റേസിൻ്റെ മാനേജ്മെൻറ്റ് ടീം എന്നുള്ള രീതിയിൽ ഇന്ന് ഇവിടെ, അതായത് കണ്ണൂരിൽ നിന്നും കൊല്ലം കരുനാഗപ്പള്ളിയിൽ അഭിഷേകിനെ കാണാൻ വേണ്ടി വന്നതിനുള്ള കാരണം അഭിഷേകിൻ്റെ ആ ഒരു കഠിനാധ്വാനം, അതിനൊരു റിസൾട്ട് ഇപ്പോൾ കിട്ടിയേക്കുവാണ്. അഭിഷേക് ഇപ്പോൾ കോസ്റ്റൽ ഗാർഡിൽ നാവിക് GD ആയിട്ട് സെലക്ട് ആയേക്കുന്നു. അതിലുള്ള ഞങ്ങളുടെ ഒരു അനുമോദനം നേരിട്ട് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരിട്ട് അറിയിക്കുക എന്ന് പറയുമ്പോഴത്തേനും അഭിഷേക് അത്രമേൽ ഈ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ വരാൻഡ റേസിൽ ജോയിൻ ചെയ്ത സമയം മുതൽ അഭിഷേക് അവൻ്റെ സ്റ്റഡീസിൽ വളരെയധികം എഫർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അഭിഷേക് ഞങ്ങളുടെ ഇപ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പോലും അഭിഷേക് ഞങ്ങളുടെ പിന്നാലെ വന്ന് നമ്മുടെ അടുത്ത് ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത്, അതായത് ഞങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതെല്ലാം അതേപടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ചെയ്യുന്ന ഒരാളായിരുന്നു അഭിഷേക്. ഒരു പരിധിവരെ പറഞ്ഞാൽ അഭിഷേകിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനം അഭിഷേകിനുണ്ടായിരുന്നു. മുന്നോട്ട് പോകുമ്പോഴത്തേനും ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു അഭിഷേക് ആ ഒരു അവൻ്റെ സ്റ്റഡീസിലുടനീളം. അപ്പം അതുകൊണ്ട് തന്നെ അഭിഷേകിന് അവൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ അവനെ ഞങ്ങളിപ്പോൾ അനുമോദിക്കുന്നു. ധാരാളം ഡ്രീംസ് ഉള്ള ഒരാളാണ് അഭിഷേക്. അപ്പോൾ അവന് ഇനിയും ഇവിടുന്ന് ഉയരങ്ങളിലോട്ട് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അഭിഷേക് എൻ്റെ ഒരു അനിയനെ പോലെയാണ്. അഭിഷേക് ഒരു 8 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം, കണ്ണൂർ വന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവൻ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റും കാരണമൊക്കെ. എന്നിട്ടും നമ്മുടെ എന്തൊരു പ്രോഗ്രാം കണ്ണൂർ റേസ് നടന്നാലും തലേന്ന് വിളിച്ചു പറഞ്ഞാലും എങ്ങനെയെങ്കിലും അവൻ നമ്മുടെ പ്രോഗ്രാമിനോട് എത്തും. ഇപ്പം ലാസ്റ്റ് നടന്ന സക്സസ് മീറ്റിൽ പോലും ട്രെയിനിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കയറിയ ആ സമയത്ത് കിടന്ന് ഉറങ്ങിയ സമയത്താണ് ഞാൻ അവനെ അവിടേക്ക് വരാൻ വേണ്ടി വിളിച്ചത്. എനിക്കറിയാം ബുദ്ധിമുട്ടാണ് ആവുമെന്നറിയാം. എന്നിട്ട് പോലും അവൻ രാത്രി 2:30 കിട്ടിയ ഒരു വണ്ടിക്കകത്ത് എങ്ങനെ നിന്ന് വരുന്നു, എങ്ങനെ അവൻ രാവിലെ 9:30 ആയപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ എല്ലാ പരിപാടിക്കും നിൽക്കുന്നൊരു പയ്യനാണ് അഭിഷേക്. അപ്പോൾ അഭിഷേകിൻ്റെ ഈ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ട് എന്തായാലും അവൻ അർഹിക്കുന്ന ഒരു ജോലി തന്നെയാണ് കിട്ടിയത്. നമ്മളെല്ലാം വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടി. എനിക്ക് വളരെയധികം എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടാണ് അഭിഷേക് നമുക്ക് നേടിത്തന്നത്. ഞാൻ 2023 ജനുവരി ബാച്ചിലാണ് കണ്ണൂർ വരാൻഡ റേസിൽ വന്ന് ജോയിൻ ചെയ്തത്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ എത്തണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എയിം. ഞാൻ കോട്ടയം ഗവൺമെൻറ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചതിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. പൂനെയിൽ ഒരു മൾട്ടിനാഷണൽ പ്ലാന്റ് ബജാജിൽ ഞാൻ വർക്ക് ചെയ്തു എക്സ്പീരിയൻസിന് വേണ്ടി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാതെ എക്സ്പീരിയൻസ് 2 വർഷത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് എൻ്റെ ലക്ഷ്യമായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ജോബിന് വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണൂരിൽ
എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്ത 2-3 ഫ്രണ്ട്സ് അവർ കണ്ണൂർ റേസിൽ പറ്റി എനിക്ക് ഇതുപോലെ പറഞ്ഞു തന്നു. അപ്പോൾ അവർക്കും പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എനിക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ണൂർ റേസിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു. ഞാൻ കണ്ണൂർ റേസിൽ നോർമൽ ഒരു കോച്ചിങ് സെൻറ്ററിനെ പോലെ കണ്ട് ഞാൻ ജോയിൻ ചെയ്ത്. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിട്ടുന്ന അതേപോലെ എനിക്ക് തോന്നി. അപ്പം എൻ്റെ അനീസ് സാറ്, മാത്സ് പഠിപ്പിക്കുന്ന അനീസ് സാറ്, വിമൽ സാറ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മാത്യു സാറ്, അഖിൽ സാറ്, ഈ എല്ലാ സാറന്മാരും, പക്ഷേ ഞാൻ സാറെന്ന് വിളിക്കുന്നെങ്കിലും എനിക്ക് അതിലും കൂടുതൽ സ്നേഹമുണ്ട്. ചേട്ടനും അനിയനും എല്ലാം വേറൊരു ബന്ധമാണ്. അപ്പം എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന് എനിക്ക് എങ്ങനെ പഠിക്കണം, സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എക്സാം എഴുതി പഠിക്കണമെന്ന് തന്നെ സാറിനോട് നേരത്തെ തന്നെ പറഞ്ഞ്. അപ്പം കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ഞാൻ എക്സാമും എഴുതി പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയും എല്ലാം എനിക്ക് നേരത്തെ തന്നെ എനിക്ക് ഐഡിയ കിട്ടി തുടങ്ങി. ഞാനത് സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ പോയിൻറ്റും മിസ് ചെയ്യാതെ, ഒരു ക്ലാസ് പോലും ഞാൻ റേസിൻ്റെ മിസ് ചെയ്യാതെ ഞാൻ എല്ലാ ദിവസവും വന്ന് അറ്റൻഡ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് അത് ഞാൻ പഠിച്ചത് കൊണ്ട്, അതുപോലെ കേട്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചു. ഇതിൽ അനീഷ് സാറിനും വിമൽ സാറിനും മാത്യു സാറിനും ഒക്കെ ഉള്ള വലിയൊരു പങ്കാണ്. ഇവർ 3 പേരും എൻ്റെ ഒപ്പം ഉണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് മുന്നോട്ടുള്ള കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. താങ്ക് യു. ഇത് രാജേന്ദ്ര അച്ഛനാണ്. അച്ഛനെ ഞാനിങ്ങനെ ഒരു ദിവസം അച്ഛനെ പരിചയപ്പെട്ടു. അന്ന് തൊട്ട് എനിക്ക് നല്ല രീതിയിൽ അച്ഛൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്ന്, എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അച്ഛനോട് പറയുമായിരുന്നു. അപ്പം അച്ഛൻ അതിനെല്ലാം നല്ലൊരു രീതിയിൽ എനിക്ക് പോസിറ്റീവായിട്ട് എൻ്റെ വിഷമങ്ങളത് മാറ്റി തന്ന്, സംസാരിച്ച് എന്നെ എനിക്ക് മോട്ടിവേഷൻ തന്ന്, മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ധൈര്യം തന്ന്, അച്ഛൻ്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു തന്ന്. അച്ഛനൊരു എക്സ് മിലിറ്ററി പേഴ്സണലാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുകയും, അതായത് കണ്ടുമുട്ടിയത് തന്നെ ഒരു അവിചാരിതമായിട്ടാണ്. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കറ്റാലത്താണ്. അവിചാരിതമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടലിൽ അബി എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ ഇപ്പോഴും പയ്യനാണ്, പക്ഷേ പയ്യനെക്കാട്ടിലും ഉപരി അവൻ വളരെ മെച്യൂറാണ്. ഒരു കുട്ടികൾക്ക് വേണ്ടതല്ല അവൻ ഭാവിയെപ്പറ്റിയും അവന് കിട്ടിയിട്ടുള്ള ആ ഒരു ശിക്ഷണം. ആ ശിക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും അവനെ പഠിപ്പിച്ച സാർമാർക്ക് അതിനകത്ത് വളരെയേറെ ഒരു പങ്കുണ്ട്. ആ ഒരു പങ്കാണ് അവൻ്റെ വിജയത്തിനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം. ഇത്രയും നല്ലൊരു വ്യക്തി, അതായത് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും പക്വതയായിട്ട് സംസാരിക്കുകയും അതിനുപരി ഒരു കുടുംബം എങ്ങനെ നിലനിർത്തണമെന്ന് ഇപ്പോഴേ അവൻ മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു ജോലി കിട്ടി. ആ ജോലിയിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയും അബിക്ക് വേണ്ടി ഇനിയും ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലുള്ള ഒരു പയ്യൻ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിരിക്കട്ടെ. ഇത് ഞാൻ കണ്ടുമുട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം. അത് ഏതൊരു വ്യക്തിയും ഈ ഒരു വ്യക്തി എന്ന് കണ്ടുമുട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അനുഭവം പറഞ്ഞറിയിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾക്ക് പറ്റില്ല. അതൊരു പക്ഷേ ഈ ക്യാമറയിൽ കാണുന്നവർക്കായാലും, ക്യാമറയിൽ അതായത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും ഈ കുട്ടിയെ പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം വേറിട്ട രീതിയിലായി. ഞാനത് പുകഴ്ത്തുമല്ല, ഇതുപോലുള്ള മക്കൾ എല്ലാ മാതാപിതാക്കൾക്കും ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇതുപോലുള്ള ഒരു വ്യക്തി നമ്മളിൽ കാട്ടിലും വളരെ വളരെ ഉയരങ്ങളിലെത്തി എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കാനുള്ള ഒരു പക്വതയുള്ള ഒരു വ്യക്തിയാണ്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ചേട്ടൻ സഞ്ജയ് ചേട്ടനാണെങ്കിൽ എനിക്കെന്ത് വിഷമമുണ്ടായാലും ഞാൻ സഞ്ജയ് ചേട്ടനോടാണ് എൻ്റെ ചേട്ടനെ പോലെ കണ്ടിട്ട് തുറന്നു പറയുന്നത്. സഞ്ജയ് ചേട്ടൻ എപ്പോഴും എനിക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി
ഒരു നല്ല എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു തരും. എനിക്ക് പഠിക്കാനാണെങ്കിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ സഞ്ജു ചേട്ടനോട് പറയും. സഞ്ജു ചേട്ടൻ അത് നിസ്സാരമായിട്ട് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എന്നെ പിന്തിരിപ്പിച്ച് പഴയ ട്രാക്കിലോട്ട് കൊണ്ടുവന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് എൻ്റെ പഠിത്തത്തിൽ എത്താൻ സഹായിച്ചതിൽ ഏറ്റവും നല്ലൊരു പങ്ക് സഞ്ജു ചേട്ടനുണ്ട്. പിന്നെ എൻ്റെ ചേട്ടനെ പോലെ എനിക്ക് എല്ലാ രീതിയിലും സഹായം ചെയ്തു തന്ന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കും. സഞ്ജു ചേട്ടൻ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് സഞ്ജു ചേട്ടൻ. പക്ഷേ ഞാൻ വിളിച്ചാൽ അപ്പം തന്നെ എടുത്ത് സംസാരിച്ച് എനിക്ക് അതിന് ഒരു സമാധാനം വരുന്ന രീതിയിൽ സഞ്ജു ചേട്ടൻ സംസാരിക്കും. എൻ്റെ ഒരു അനിയനാണ്, എൻ്റെ കൊച്ചനിയനാണ് അവൻ്റെ ഒരു വലിയൊരു വിഷനായിരുന്നു ഒരു ജോലി, സർക്കാർ ഉദ്യോഗം. ഇന്നത്തെ കാലത്ത് 1-2 ടെസ്റ്റ് എഴുതി ഫെയിലാവുന്നതിനേക്കാൾ നല്ലതും 2 വർഷത്തെ അവൻ്റെ കഠിന പ്രയത്നം കൊണ്ട് മറ്റുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയ പോലും ഉപേക്ഷിച്ച് ഒരു വീട്ടിനുള്ളിൽ അതേ എന്ന് പറഞ്ഞൊരു വ്യക്തിബോധത്തോടുകൂടി അവൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ്. ഇതിന് മുകളിലും അവന് ചെയ്യാൻ കഴിയും. ഇനി ചെയ്യാൻ കഴിയട്ടെ എന്ന് ദൈവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇവൻ ഒരുപാട് മുകളിലെത്തട്ടെ എന്ന് ഇവനെ കണ്ട് മറ്റുള്ള കുട്ടികൾ ഇതേപോലെ ഒരു കാര്യത്തിനായി കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വന്തം ലക്ഷ്യം നോക്കി പ്രവർത്തിച്ച് വിജയിക്കാൻ ഇവൻ നല്ലൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറൻസ് ഇനി വരാൻ പോകുന്ന യങ് ജനറേഷന് സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ജോലി എത്രയും പെട്ടെന്ന് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരോട് കണ്ണൂർ വരാണ്ട റേസിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ ഞാൻ അവരോട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നു. അതിന് കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനോടും സംസാരിച്ചിട്ടുണ്ട്. അവർ പല സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ പഠിക്കുമ്പോഴെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മാസത്തെ കോഴ്സ് അവരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ SSCയുടെ ഒരു കോച്ചിങ് ക്ലാസ് ജോയിൻ ചെയ്യാൻ. അവരത് ആ ഒരു ലക്ഷ്യത്തോടാണ് അവരവിടെ പോകുന്നത്. അവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ സിലബസ് പോലും ചിലപ്പം കംപ്ലീറ്റ് ആവാതെ, അല്ലെങ്കിൽ അവരുടെ കോഴ്സ് എത്രയും പെട്ടെന്ന് 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊരു കോൺടാക്റ്റും ഇല്ല. അവർ പിന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടോ, അവർ ജോലിയിൽ എത്തുന്നുണ്ടോ, അത് ഒന്നും അവർക്ക് ബാധകമല്ല. പക്ഷേ വരാണ്ട റേസിൽ അങ്ങനല്ല. നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടൊപ്പം നമ്മൾ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് സർക്കിൾ മെറ്റീരിയൽസ് തരുന്നുണ്ട്. നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, അത് പോരാഞ്ഞിട്ട് നമ്മൾ സർക്കിൾ മെറ്റീരിയൽസ് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ അത് നമുക്ക് സാറന്മാരുടെ മെൻറ്റർ സപ്പോർട്ടോടൊപ്പം നമ്മൾക്ക് അവിടെ ഇരുത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അത് കമ്പൽസറി ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്ര ഉഴപ്പിയിരിക്കുന്നവരാണേലും ട്രാക്കിലേക്ക് വരും. അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമുക്ക് ഓരോരോ സർക്കിൾസ്, നമ്മുടെ ഒരു ക്ലാസ് ആണെങ്കിൽ നടക്കുന്ന ഒരു ക്ലാസ്സിലിരിക്കുന്ന പോലല്ല, ഒരു ക്ലാസ്സിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ 5 പേരാക്കിയിട്ട് ഓരോ സർക്കിൾസ് ആയിട്ട് മാറ്റിയിരുത്തുന്നു. അതുപോലെ ആ ഓരോ സർക്കിളിനെ നമ്മളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻസ് അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെ നമ്മൾ ഓരോ സർക്കിൾ മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും ഡേ ബൈ ഡേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി തുടങ്ങും. എൻ്റെ സർക്കിളിൽ ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേരിൽ 4 പേര് ഇപ്പം ജോലിയിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഇപ്പം ഞങ്ങൾ 2 പേര് ഒരുമിച്ചാണ് ജോലിയിൽ കയറിയത്. ഇനി ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹവും എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറും. കാരണം അദ്ദേഹം ഞങ്ങളുടെ സർക്കിളിലിരുന്ന് നല്ല രീതിയിലാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരാണ്ട റേസിലുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഇനി വരാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു. നിങ്ങളെപ്പോഴും ഡെഡിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കൺസിസ്റ്റൻസി, ആക്യുറസി, ഇത് നമ്മൾ എത്ര ഡീപ്പായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആവുന്നു നമുക്ക് അത്രയും പെട്ടെന്ന് ബെനിഫിറ്റ് റിസൾട്ടും കിട്ടും. നമ്മൾ ഒരുപാട് നാൾ ടെൻഷൻ അടിച്ച് ഇരിക്കല്ലോ. കഴിഞ്ഞ 1.5 വർഷം എൻ്റെ ജീവിതത്തിലെ വളരെ ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു വന്നു. അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എനിക്ക് വിഷമങ്ങളും ഉണ്ടായി. അതിനെയൊക്കെ ഓവർകം ചെയ്യാനാണെങ്കിൽ ഒരുപാട് പാടായിരുന്നു. പക്ഷെ എൻ്റെ ചുറ്റിനുമുള്ള വേറെ മറ്റു കുറച്ച് പേര് ദൈവം എനിക്ക് തന്നു. അതെൻ്റെ സാറന്മാരുടെ രൂപത്തിലും എൻ്റെ അമ്മ. ഏറ്റവും ആദ്യം പറയുവാണെങ്കിൽ എനിക്ക് അമ്മയെ പറ്റിയാണ് പറയാനുള്ളത്. അമ്മ, പിന്നെ എൻ്റെ അമ്മാമ്മ, പിന്നെ എൻ്റെ കൊച്ചച്ഛൻ രാജേന്ദ്രൻ അച്ഛൻ, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടായ രാജേന്ദ്ര അച്ഛൻ, പിന്നെ എൻ്റെ ചേട്ടൻ, അത് സഞ്ജയ് ചേട്ടൻ, അതുപോലെ എൻ്റെ സാറന്മാർ, എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. കാരണം ഒരുപാട് പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളും സാമ്പത്തികമായാലും ഫാമിലി ഇഷ്യൂസ് ആയാലും ഉണ്ടായി.
പിന്നെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. മെയിനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി. വേറൊരു കുറവ് എനിക്ക് ഉണ്ടായപ്പോൾ അത് നികത്താൻ അതെൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് സാധിച്ചു എന്ന് ഞാൻ പറയുന്നു. അതുപോലെ എൻ്റെ പഠിത്തത്തിലും എനിക്ക് ഉയരാൻ വേണ്ടി, എനിക്ക് പഠിത്തത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കാൻ വേണ്ടി എനിക്ക് നല്ലൊരു ടീം എനിക്ക് കിട്ടി. വരാണ്ട റേസിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്. അതുപോലെ ഞാൻ ദൈവത്തിനെ വിശ്വസിച്ചു, എൻ്റെ ഹാർഡ് വർക്കിനെ വിശ്വസിച്ചു, എഫർട്ടിനെ വിശ്വസിച്ചു. അങ്ങനെ വളരെ അധികം താമസിക്കാതെ തന്നെ ഒരു 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് നല്ലൊരു പോസ്റ്റിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് GD എന്നൊരു പോസ്റ്റ് എനിക്ക് ലഭ്യമായി. അതിൽ ഞാൻ എൻജിനീയറിംഗ് മെക്കാനിക്കൽ പഠിച്ചായിരുന്നു. അതിൻ്റെ തന്നെ ബ്രാഞ്ചും എനിക്ക് അവിടെ നിന്നും ലഭ്യമായി. ഒരുപാട് സന്തോഷമുണ്ട്. ബേസിക് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എത്ര മാക്സിമം എഫർട്ട് ഇടുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അധികം താമസിക്കാതെ ആ ഒരു കാര്യം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. എപ്പോഴും ബി കോൺഫിഡൻറ്റ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്, കീപ് ഹാർഡ് വർക്കിംഗ്.